നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രത്തിന് ആട്ടിൻതല പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ ചേർന്ന അവിട്ട നക്ഷത്രം. ഇതിൻ്റെ ദേവത എന്ന് പറയുമ്പോൾ വസുക്കളാണ്, മൃഗമാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. ഈ നാളുകാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു അവിട്ടം തവിട്ടിൽ നേടുമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം കൈവരുന്നതായിരിക്കും. ഇവർ മതവിശ്വാസികളായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ ഗുരുഭക്തി ഉള്ളവരായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രം മകരക്കൂറുകാർക്ക് ഗുണം കുറച്ച് കുറയാൻ, അതേസമയം കുംഭക്കൂറിന് വളരെ ഗുണകരമായിട്ടൊരവസ്ഥയും പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുക, കുടുംബ സൗഖ്യം ഉണ്ടാവുക, മനസ്സിന് സന്തോഷമുള്ള പല അവസരങ്ങളും വന്നു ചേരുക, ഇവയൊക്കെ കുടുംബത്തിൽ കാണുന്നുണ്ട്. മകയിരം ചിത്ര നക്ഷത്രങ്ങൾ വേദമായിട്ടാണ് പറയപ്പെടുന്നത്. മകരക്കൂറിന് മകം പൂരം ഉത്രംകാല്, കുംഭക്കൂറിന് ഉത്രം മുക്കാല് അത്തം ചിത്തിര ഈ ദിവസങ്ങൾ വരുന്ന ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു ശുഭകാര്യത്തിന് എടുക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർ മഹാവിഷ്ണു ഭഗവാനെ, അയ്യപ്പസ്വാമിയെ, ശ്രീരാമസ്വാമിയൊക്കെ നല്ലോണം ഭജിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. കർത്തവാവിന് വ്രതം എടുക്കുന്നത് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഭൂമിയോ വാഹനമോ ഒക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കിട്ടത്തില്ല എന്ന് കരുതിയ പണം പോലും അല്ലെ ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രാരംഭ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതായിരിക്കും. ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. തൊഴിൽ രഹിതർക്ക് നല്ല തൊഴിലിൽ പ്രവേശിക്കാനാവുന്നതായിരിക്കും. അതുപോലെ വിചാരിച്ച സമയത്ത് കടം കൊടുത്ത പണം തിരിച്ച് കിട്ടുകയെന്ന് വരികയില്ല. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ജോലിഭാരം കുറച്ച് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ യാത്രകൾ സുഖകരമായിട്ട് പറയാം. കച്ചവടങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്ന അവസ്ഥ പറയാം. പ്രേമകാര്യങ്ങൾ വിവാഹത്തെ കലാശിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുമായിട്ട് കലഹിക്കാതെ ശ്രദ്ധിക്കുക. പരീക്ഷകളിലൊക്കെ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. നിർമ്മാണ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങൾക്ക് ശ്രേയസ്കരമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണമെന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭൂമിയോ വാഹനമോ വിൽപ്പന നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്രകൾ അത്ര സുഖകരമായിരിക്കില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഏജൻസി ഇടപാടുകൾ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. പ്രൊമോഷൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായാലും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാനാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. കോടതി സംബന്ധമായിട്ടുള്ള വിധികൾ ചിലപ്പോൾ എതിരായി എന്ന് വരാം. അതിന് വിഷമിക്കേണ്ട, അത് മേൽക്കടത്തിലോട്ട് പോയാൽ മതി. പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു നിലവാരം ഉയരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. സംഭാഷണം മിതപ്പെടുത്തണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ ചെയ്യാത്ത കാര്യത്തിന് അവനെ അല്ലെങ്കിൽ അവമാനിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വർഷം മധ്യത്തിൽ കാണുന്നുണ്ട്. അത് നമുക്കത് സംസാരം കൊണ്ട് നമ്മളത് തീർത്തു പോവുക എന്നുള്ളതേ ഉള്ളൂ. സിനിമ, സീരിയൽ, നാടകം, സാഹിത്യ മേഖല ഇവയിൽ നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രശസ്തി പത്രം ലഭിക്കാനുള്ള യോഗമൊക്കെ കാണപ്പെടുന്നുണ്ട്. കരൾ, വൃക്ക സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സയിലൂടെ ആ സമയത്തിൻ്റെ ഗുണം കൊണ്ട് ആ ഒരു ചികിത്സ കൊണ്ടും അതിൽ ഒരു മുക്തി നേടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ലോട്ടറിയിൽ നിന്നും ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളിലും ഊർജ്ജസ്വലത പ്രദർശിപ്പിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും. വ്യവസായങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. കുടുംബത്തിൽ സുഖവും സമാധാനം നിലനിർത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ബാങ്ക് ബാലൻസ് വർധന ഉണ്ടാവും. കൂട്ടുകച്ചവടം ഒരു വർഷം അത്ര നല്ലതല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ജോലി ഭാരം അല്പം കൂടും എങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. കടങ്ങളിൽ നിന്നൊക്കെ കരകയറാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പൊതുവെ ഒരു മേന്മയേറിയ വർഷമായിട്ട് നമുക്ക് ഈ വർഷം പറയാവുന്നതാണ്.